ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ പുതിയ ചാനലിലെ രണ്ടാമത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്ന് വെള്ളിയാഴ്ച ഞങ്ങൾക്കൊക്കെ അവധിയാണ്, പുറത്തേക്ക് പോകാമെന്ന് കരുതി. നിങ്ങൾ വിചാരിക്കും ഇതാരാണ് വണ്ടി ഓടിക്കുന്ന ലത്തിക്ക? അവിടെ ലത്തിക്ക ബാക്കി ഇരിക്കുന്ന കണ്ടില്ലേ? ഇത് ലത്തിക്കയുടെ കസിനാണ്, ഉപ്പാടെ അനിയൻ്റെ മോളാണിത്. അവളും അവിടെ കുട്ടിയുണ്ട്. നിച്ചു നാട്ടിൽ നിന്ന് വെക്കേഷന് വന്നിട്ടുണ്ട്. കുറേ ആയി എല്ലാവരും ഒക്കെ പുറത്തേക്ക് പോയിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കുവൈറ്റ് ലിറ്റിൽ ജംഗിളിലേക്കാണ് പോകുന്നത്. കുവൈറ്റ് സൂവിൽ നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ ലിറ്റിൽ ജംഗിളിൽ ഇതുവരെയും പോയിട്ടില്ല. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് കരുതി. പിന്നെ കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നമ്മളും അവിടെ ഹോഴ്സ് റൈഡുണ്ട്, ക്യാമൽ റൈഡുണ്ട്, പിന്നെ അവർക്ക് കളിക്കാനുള്ള ഒരു ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ എന്നാൽ ശരി അവിടേക്ക് പോകാമെന്ന് കരുതി. നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അതായത് ഉച്ചയ്ക്കൊന്നും ഇറങ്ങിയില്ല, ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ച് 4 മണിക്ക് ഒരു കട്ടൻ ചായയൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അവിടെ ഒന്നും ഇറങ്ങാമെന്ന് ചോദിച്ചാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്, ക്ഷീണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി, നല്ലൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇറങ്ങിയപ്പോൾ. അവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ, ഷോളൊക്കെ പരന്ന് പോകുന്നുണ്ട്. ഇതാ കണ്ടോ കണ്ടോ, ഉള്ളിലേക്ക് എങ്ങനെ നമ്മൾ കയറി. അവിടുത്തെ ആ ഒരു ഇതൊക്കെ കണ്ടോ, അറ്റ്മോസ്ഫിയർ നല്ല ഒരു ഇത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ഉള്ളിലൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത്. നോക്കിയേ, എന്ത് ഭംഗിയല്ലേ കാണാൻ. വേഗം ഉള്ളിലേക്ക് കയറാൻ കൊതിയാവുന്നു. ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത് കേട്ടോ. ഒരാൾക്ക് 1.5 ദിനാർ വെച്ചിട്ടാണ് ഇവിടുത്തെ ഇത്. ഇതാ കണ്ട നല്ല ഭംഗിയല്ലേ. പിന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ ലത്തിക വന്നുമ്പോൾ ആ സമയം കളയേണ്ട, ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് പോവുകയാണ് കേട്ടോ. ആദ്യം ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, ആദ്യക്ക് ഹോഴ്സ് റൈഡിന് ഉള്ള എക്സൈറ്റ്മെൻറ്റാണ് ആദ്യം. ഞാൻ ഇതൊക്കെ നമുക്ക് പോകാം, എല്ലാം സാവധാനം കണ്ടിട്ട് പോകാമെന്ന്. ഇത് നാട്ടിലെ വാഴയൊക്കെ കണ്ടോ നിൽക്കുന്നുണ്ടോ. ഇവിടെ കുറേ സ്റ്റാച്യൂസൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തർ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അതിനുള്ളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി. ഭംഗിയല്ലേ കാണാൻ. ഇപ്പം എന്താ പറയുക, വെയിലൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ ഈ സൈഡിലേക്കോ അവിടെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. അവിടെ കുറേ സൈക്കിളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. സൈക്കിള് ഘട്ടങ്ങൾ കുറേ സാധനങ്ങളൊക്കെ കുറേ ഇതൊക്കെ ഉണ്ട് അവിടെ. നമുക്കിപ്പം സൈക്കിൾ റൈഡൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കത് ചെയ്യാം. അതിനൊക്കെ പ്രത്യേക വേറെ ഫീ ആണ് കേട്ടോ. അവിടെ കുറേ നമ്മുടെ പുള്ളിമാനികളൊക്കെ ഓടി വന്നു നമ്മളെ കണ്ടപ്പോഴത്തേക്ക്. കണ്ടോ, അവിടെ പിന്നെ കുറേ കഫറ്റേറിയകളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഫുഡൊക്കെ കഴിച്ച് സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് നമ്മൾക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ ഇതിനെ ഒക്കെ ഈ വ്യൂസൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാം. പക്ഷേ ഇവിടെ ഒന്നും മൃഗങ്ങളെ ഒന്നും ഫീഡ് ചെയ്യാൻ അലോ ചെയ്യില്ല കേട്ടോ. കണ്ടോ, ഇവിടെയൊക്കെ അപ്പോൾ നമുക്ക് കണ്ട് പോകാം. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ് ഇതൊക്കെയുണ്ട്. കുട്ടികൾക്ക് കളിക്കണം, ഇതൊക്കെയുണ്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണുക. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ പഴയ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി എല്ലാവരും ഈ ചാനലും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് എൻജോയ് ചെയ്യുക. ഓക്കെ.
ഇതിൻ്റെയൊക്കെ കൂടുകളൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ. കുറച്ച് മുമ്പ് നിങ്ങളെ കണ്ടില്ലായിരുന്നോ വീഡിയോയിൽ താറാവിൻ്റെ മുട്ടകളൊക്കെ കണ്ടില്ലായിരുന്നോ? അതിനൊന്ന് മുട്ടകളൊക്കെ പെറുക്കിയെടുക്കാൻ പറഞ്ഞു. അത് വിരിയാൻ വെച്ചിരിക്കുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞു. നല്ല ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ. അതിൻ്റെ കുളി കഴിഞ്ഞ് നോക്കിയേ, അതിൻ്റെ നീരാട്ട് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഓരോന്നിങ്ങനെ കാഴ്ചകൾ കാണാം കേട്ടോ. നോക്കിയേ, നമുക്ക് ചൂടെടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് ആദ്യം ഇതിൻ്റെ അടിയിലേക്ക് ഓടുന്നുണ്ടായിരുന്നു കേട്ടോ, ചൂടെടുക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നോക്കിയേ, ആന നിൽക്കുന്നത് കണ്ടോ. എന്താ ഭംഗി കാണാൻ. നമ്മൾ ദൂരെ നിന്ന് കണ്ടപ്പോൾ നമ്മൾ ഒറിജിനലാണോ, ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് നല്ല ഭംഗിയല്ലേ കാണാൻ. ആദ്യം നിശ്ചയം ചോദിച്ചു ഇതിൻ്റെ മേലെ കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഹോഴ്സിൻ്റെ ഒക്കെ മേലെ കയറുന്ന മാതിരി കണ്ട. അപ്പം ഇവർക്ക് രണ്ടാൾക്കും ക്യാമൽ റൈഡ് വേണ്ട, ഹോഴ്സ് റൈഡ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റൊക്കെ എടുത്ത് പോയി. നിച്ചു പറഞ്ഞു ഫസ്റ്റ് ആദ്യം കയറിയിട്ട് നിച്ചുവിന് പേടിയാവുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം ഹോഴ്സ് റൈഡൊക്കെ ധൈര്യപൂർവ്വം കയറുന്നുണ്ട്. അതിനിങ്ങനെ ഈച്ച അതിൻ്റെ മേത്തൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ വാലുവെച്ച് തട്ടി വിടുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പേടിക്കുന്നുണ്ട്. ആദ്യം എന്തായാലും ധൈര്യപൂർവ്വം ഇരുന്ന് പോകുന്നുണ്ട്. നമുക്ക് നോക്കാം നിച്ചുവിൻ്റെ അവസ്ഥ. നിച്ചു 2 പ്രാവശ്യം ട്രൈ ചെയ്തു എന്നിട്ട് മാറി കേട്ടോ. അത് കഴിഞ്ഞതാ വീണ്ടും നിച്ചുവിനെ ലത്തിക ഷാനിങ്ങളെ വഴക്കൊക്കെ പറഞ്ഞ് കയറ്റുന്നുണ്ട്. പല പ്രാവശ്യമായി കയറാൻ ട്രൈ ചെയ്തു. എന്നിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. അവൾക്ക് പേടിയാണ് അത് അനങ്ങുന്നുണ്ട് പറഞ്ഞിട്ട്. അയ്യോ, നിച്ചുവിൻ്റെ കാര്യം പേടിയാ പറഞ്ഞിട്ട് നോക്കിയേ, അതിൽ ഹോഴ്സിനെയും കൊണ്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ പിന്നെ പറഞ്ഞു വീണ്ടും വായോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളവളെ വഴക്കൊക്കെ പറഞ്ഞ് കയറ് എന്ന് പറഞ്ഞ് പേടിക്കേണ്ട, അത് ഈച്ച അടിക്കുന്നതാണ്, അതങ്ങനെ പേടിക്കേണ്ട, ധൈര്യപൂർവ്വം കയറാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിച്ച് കയറുന്നുണ്ട്. ലതിക പറഞ്ഞ് മര്യാദയ്ക്ക് കയറിക്കോളാം പറഞ്ഞ് ഇരുത്തുന്നുണ്ട്. അങ്ങനെ അവരുടെ കുതിര സവാരികളാണ് അവിടെ. കണ്ടു നോക്ക് കേട്ടോ.
എല്ലായിടത്തും ലൈറ്റൊക്കെ ഓപ്പൺ ആക്കി പതുക്കെ, കാരണം ചെറുതായിട്ട് ഇരുട്ടൊക്കെ ആകാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളും പെട്ടെന്ന് ഓടിച്ച് എല്ലായിടത്തും കണ്ടുപോവുകയാണ്. നമ്മളിപ്പോൾ ഇരുട്ടാകുന്നതിന് മുമ്പ് എല്ലായിടത്തും കാണണമെന്ന് വരും. പിന്നെ കുറേ നടന്ന് വേദനിക്കുന്നുണ്ട്. പിന്നെ എന്താ അങ്ങനെ ഇനിയിപ്പോൾ ഇവരെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് പോകണം. ഇവർക്ക് കുറച്ച് കളിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, ടോയ്സിലൊക്കെ കയറിയിട്ട്. അപ്പോൾ നമുക്കിനി കളിക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, അവർ കണ്ട കാഴ്ചകളൊക്കെ അവർക്ക് മതിയായി. ഇനി അങ്ങോട്ടേക്ക് നമുക്ക് പോകാം. അവിടെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. ഇതാ കണ്ടോ, രാത്രിയിലത്തെ ആ ഒരു ഇരുട്ടാകുന്ന സമയത്തുള്ള ആ ഒരു വ്യൂ കണ്ടോ? ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇതാ കണ്ടോ. അപ്പോൾ അവിടെ എങ്ങനെ നിന്നിട്ട് ഞാനും ആ ഒരു അറ്റ്മോസ്ഫിയറിലൊരു എൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി. പിന്നെ ഇതിൻ്റെയൊക്കെ ഷോർട്സ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ യൂട്യൂബിൽ അല്ലാതായിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ഗെയിംസിന് ഇത് കയറി 5 KD വെച്ചിട്ടാണ് ടിക്കറ്റ് ഫീ. അപ്പോൾ അങ്ങനെ 5 KDക്ക് 6 ഗെയിംസ് 8 ഗെയിംസോ അങ്ങനെ കണ്ട് കളിക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഇതാ ഉള്ളിലേക്ക് പോയി. ഇനി അവർ കുട്ടികൾ കുറച്ച് ഇതിലൊക്കെ കയറി കളിക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കാണുക. ഇത് കഴിയുമ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ പോവുകയാണ് കേട്ടോ. അതാ ഇരുട്ടൊക്കെ ആയി, എല്ലാവരും ടയേർഡാണ്. ഞാൻ പ്രത്യേകിച്ച് ടയേർഡാണ്, ഉറങ്ങിയിട്ടില്ല. ഓക്കെ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട്. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഐസ്ക്രീം, സ്നാക്സ് അതൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അപ്പം താങ്ക് യു.